ഹലോ, അസ്സാം വലൈക്കും. നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ചിക്കൻ കറീൻ്റെ റെസിപ്പി നോക്കിയാലോ. നോർത്ത് ഇന്ത്യൻ ദാബ സ്റ്റൈൽ ചിക്കൻ കറി ആട്ടോ ഇത്. സാധാ ചിക്കൻ കറീനെ പോലെയല്ല, അടിപൊളി ടേസ്റ്റാണ്. ചപ്പാത്തി, പൊറോട്ട, പത്തിരീൻ്റെ ഒക്കെ നല്ല കോമ്പിനേഷൻ ആട്ടോ ഇത്. ഭയങ്കര ടേസ്റ്റ് ആട്ടോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുമ്പ് ഒരു പാത്രം വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഓയിലും കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക. ഏകദേശം ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഉണ്ടാകും. ചെറിയ പീസ് ബട്ടറാണ്, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മെൽറ്റ് ചെയ്ത് എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചെറിയ ജീരകയില്ലേ, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ജീരകം ഒന്ന് പൊട്ടി വരുന്നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ നമുക്ക്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ ഒരു 5-6 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചിയും മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്താണ്. അതും കൂടി ഏകദേശം ഒരു ടേബിൾ സ്പൂൺ ഉണ്ടാകും. അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് നല്ലോണം വഴറ്റി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഞാനിപ്പോൾ കൈ ക്ലീൻ ചെയ്ത് വെച്ച് 500 ഗ്രാം ചിക്കൻ ആട്ടോ ഞാൻ എടുത്തത്. നിങ്ങൾക്ക് എത്രയാണോ ചിക്കൻ എടുക്കുന്നത് അതിനനുസരിച്ച് എടുക്കാം. എന്നിട്ട് വെള്ളമൊക്കെ വാർത്തിട്ട് ആ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ബട്ടറിൽ ഓയിലിൽ കിടന്ന് ചിക്കൻ ഒന്ന് നല്ലോണം ഒന്ന് കുക്കാവണം കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ കേട്ടോ ഈ കറിക്ക് നമുക്ക് കിട്ടുക. ഇനിയിപ്പോൾ ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ചിക്കൻ്റെ കളറെല്ലാം ഒന്ന് മാറി വരൂലേ, അതുവരെ ഒന്ന് ഒന്ന് വെയിറ്റ് ചെയ്യട്ടെ. നമുക്ക് ഒരു വെള്ള കളറായി വരും കേട്ടോ. ഈ ബട്ടറിൽ ഓയിലൊക്കെ കിടന്ന് നമ്മളിത് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ അങ്ങനെ ആക്കിയെടുക്കണം. അപ്പോൾ ഇതാ ചിക്കൻ ഞാൻ അതേപോലെ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 10 മിനിറ്റോളം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് 2.5 ഉള്ളി എടുത്തിട്ടുണ്ട്, ആ മീഡിയം സൈസ്. ഇതേപോലെ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തതാണ്, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. 2 പച്ചമുളകും കൂടിയും കട്ട് ചെയ്തിട്ട് കൊടുക്കുക. എരിവിന് ആവശ്യത്തിന് നിങ്ങൾക്ക് കൂട്ടിയും കുറക്കൊക്കെ ചെയ്യാം കേട്ടോ. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഉള്ളി ഒന്ന് വാടി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് പൊടികളായിട്ട് വേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂണ് ചിക്കൻ മസാലപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഉപ്പുള്ള ബട്ടർ ആട്ടോ എടുത്തത്. അപ്പം ഞാൻ ഉപ്പ് നോക്കിയിട്ടാട്ടോ ഇട്ട് കൊടുത്തത്. കുറച്ചായി ഇപ്പോൾ ഇടുന്നുള്ളൂ. ഏകദേശം ലാസ്റ്റ് എനിക്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടേനു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പില്ലാത്ത ബട്ടർ എടുക്കുന്നെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. അപ്പോൾ പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ കറി ഒരു പ്രാവശ്യം നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് കേട്ടോ, വെറുതെ പറയല്ല. ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാകും, അടിപൊളിയാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു വലിയ തക്കാളി കേട്ടോ ഞാൻ എടുത്തത്. അത് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 3/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ചിക്കനും വെള്ളം ഇറങ്ങി വരും, അതുകൊണ്ട് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് അടച്ചെടുത്തിട്ട് ഈ ചിക്കൻ ഒന്ന് കുക്കാവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ചിക്കനും തക്കാളിയൊക്കെ നല്ലോണം ഉടഞ്ഞ് വരണം കേട്ടോ. അപ്പോൾ നല്ലോണം കറി തിളച്ച് വന്നിട്ടുണ്ട്. ചിക്കനൊക്കെ നല്ലോണം കുക്കായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം ലാസ്റ്റായിട്ട്. ഇനി വേണ്ടത് ഒരു 1/2 കപ്പ് കട്ട തൈരില്ലേ, പുളിയില്ലാത്തത്, അതാട്ടോ വേണ്ടത്. അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ലാസ്റ്റായിട്ട് നമുക്കില്ലേ ഒരു ടേബിൾ സ്പൂണോളം ഞാൻ എടുത്തിട്ടുണ്ട് കസൂരി മേത്തില്ലേ, അതും കൂടി ഇട്ട് കൊടുക്കാം. അതും കൂടി ഈ കറിയിലേക്ക് ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ നമ്മളെ കറിക്ക്. എന്തായാലും നമ്മൾ ബട്ടറിലാണ് ഉണ്ടാക്കിയതും. ബട്ടർ ഓയിലൊക്കെ ഫസ്റ്റ് ചിക്കൻ ഇങ്ങനെ
അതിൽ വഴറ്റിയെടുത്തല്ലോ, അതുകൊണ്ടൊക്കെ തന്നെ ഭയങ്കര ടേസ്റ്റ് ആട്ടോ കറിക്ക്. അപ്പോൾ ഇതാ കുറച്ച് കസൂരി മേത്തിയും കൂടി ഇട്ട് കൊടുത്താൽ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്താൽ കുറച്ച് കഴിഞ്ഞ് ഇതൊന്നും കൂടി തിക്കായി വരും കേട്ടോ. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നോർത്ത് ഇന്ത്യൻ ദാബ സ്റ്റൈൽ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്, വെറുതെ പറയല്ലോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു റെസിപ്പി ആയിട്ട് പെട്ടെന്ന് വരുന്നവരിക്കും ബൈ ബൈ. താങ്ക് യു.